തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധം. അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് ബിജെപി അംഗങ്ങൾ പ്രതിഷേധിച്ചത്. മേയറുടെ ഡയസിലേക്ക് കൌൺസിലർമാർ തള്ളിക്കയറി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഒരിടവേളയ്ക്ക് ശേഷം വലിയ സംഘർഷഭരിതമായ ദൃശ്യങ്ങളാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? താൽക്കാലിക തസ്തികകൾ സ്ഥിരം നിയമനങ്ങൾ ആക്കുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് നഗരസഭാ മേയർ ഉൾപ്പെടെയുള്ളവർ ഇടപെടൽ നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബി.ജെ.പി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്. രാവിലെ മേയർ നഗരസഭാ കവാടത്തിലേക്ക് എത്തിയപ്പോഴും സമാനമായ തരത്തിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. നഗരസഭാ സെക്രട്ടറിയെ അടക്കം ഉപരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം കടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതായത് ഈ കൃത്യമായ അഭിമുഖങ്ങൾ അടക്കം നടത്താതെയാണ് മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഈ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരം നിയമനങ്ങളാക്കി മാറ്റിയത് എന്ന ആക്ഷേപമാണ് ബി.ജെ.പി. കൗൺസിലർമാർ മുമ്പോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മേയർ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ മുതൽ ഡയസിന് മുൻപിൽ മേയറുടെ ഡയസിന് മുൻപിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഈ അജണ്ട, അതായത് ഈ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിര നിയമനങ്ങളാക്കിക്കൊണ്ടുള്ള അജണ്ട അത് ചർച്ചയ്ക്ക് വെച്ച് പാസ്സാക്കി ഉടൻ തന്നെ കൗൺസിൽ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. കൗൺസിൽ യോഗം അവസാനിച്ചതിന് ശേഷവും ഇരുവിഭാഗം കൗൺസിലർമാരും, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരുവശങ്ങളിലായി നിന്ന് പരസ്പരം പോരുവിളിക്കുന്ന കാഴ്ചയായിരുന്നു നഗരസഭാ കവാടത്തിൽ ഇന്നുണ്ടായത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും നഗരസഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 4 മാസം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണമായി തന്നെ മാറ്റുകയാണ് ഇത്തരത്തിൽ നഗരസഭയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ബി.ജെ.പി. കൗൺസിലർമാർ അറിയിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മേയർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ പ്രതിഷേധങ്ങൾക്കിടയിലും നടപടികളായി മുന്നോട്ട് പോകുന്ന മേയറുടെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തിരുവനന്തപുരം ബി.ജെ.പിയുടെ ഒരു പ്രധാന ലക്ഷ്യമാണെന്നതൊക്കെ പ്രഖ്യാപിച്ചു തന്നെ ഇരിക്കെ ഇങ്ങനൊരു പ്രതിഷേധം അതിൻ്റെ ഒക്കെ മുന്നോടി കൂടിയായിട്ടാണോ കണക്കാക്കുന്നത്? ആ തരത്തിലൊരു വലിയ പ്രതിഷേധവും ഒരു അനക്കവും ഒക്കെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണോ? തീർച്ചയായിട്ടും. അതായത് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും അറിവോടെ തന്നെയാണ് ഇത്തരത്തിൽ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങൾ വലിയ തരത്തിലൊരു പ്രചാരണ വിഷയമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് മേയർക്കെതിരായുള്ള പ്രതിഷേധം ശക്തമാക്കാനുള്ള ബി.ജെ.പിയുടെ തീരുമാനമെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഈ നിയമനങ്ങൾ സംബന്ധിച്ച് അനധികൃതമായിട്ടാണ് അല്ലെങ്കിൽ വഴിവിട്ട തരത്തിലാണ് ഈ 56ലധികം പേരെ താൽക്കാലിക നിയമനങ്ങൾ ഒഴിവാക്കി അത് സ്ഥിരപ്പെടുത്തുന്ന നടപടികളിലേക്ക് മേയർ കടന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ കൗൺസിലർ കൂടിയായ വി രാജേഷ് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷമായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കൗൺസിലർമാർ എത്തുകയും അദ്ദേഹത്തോട് ഈ നിയമനങ്ങൾ റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. പിന്നീട് കൗൺസിൽ യോഗത്തിലെ വിഷയം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് പ്രതിഷേധങ്ങൾ രാവിലെ അവസാനിക്കുകയായിരുന്നു. 2:30-ക്കാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത്. കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡയസിന് മുമ്പിൽ പ്രതിഷേധവുമായി പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബി.ജെ.പി. കൗൺസിലർമാർ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് മേയർ
ആര്യ രാജേന്ദ്രൻ ഈ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഡയസിലേക്ക് എത്തിയത്. അപ്പോഴും വലിയ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ടായിരുന്നു ആ കൗൺസിൽ ഹാളിനുള്ളിൽ നിന്ന്. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ അതൊന്നും വകവയ്ക്കാതെ അജണ്ട പാസ്സാക്കിക്കൊണ്ട് കൗൺസിൽ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് ഇരുവശങ്ങളിലായി BJP അംഗങ്ങളും CPM കൗൺസിലർമാരും അണിനിരന്നുകൊണ്ട് വലിയ തരത്തിൽ പരസ്പരം മുദ്രാവാക്യം വിളിച്ച് പോർവിളികൾ നടത്തി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും നഗരസഭയിലെ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാക്കി മാറ്റുന്നതിനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് തെരുവിലേക്ക് ആ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നതെന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് നഗരസഭയിൽ നിന്ന് അവർ തുടക്കമിട്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന്.